നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. സിബി ജോസഫുണ്ട്. സിബി, ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്കാളേറെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഗ്യാസ് ഇല്ലാത്തതോടെ പ്രതിസന്ധിയിലായ നഗരങ്ങളിലൊന്നാണ് കൊച്ചി. എത്ര സ്ഥാപനങ്ങളെ ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്? എത്ര സ്ഥാപനങ്ങൾ ഇതുവരെ പൂട്ടിയെവിടെ? ഈ തൊഴിലാളികളൊക്കെ പെരുമ്പാവൂരൊക്കെ കാര്യമായി ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര വലിയ പ്രതിസന്ധിയിലാണ് തൊഴിലാളികളൊക്കെ ഉള്ളത്? ഉടമകൾ എന്താണ് പറയുന്നത്? സേഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് കൊച്ചി നഗരത്തിലുള്ളത്. നമുക്കറിയാം, കൊച്ചിയെ സംബന്ധിച്ച് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഹോട്ടൽ മേഖലയാണ് അവർ ആശ്രയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ മേഖലയിലുണ്ടായ പ്രതിസന്ധി, ഈ ഗ്യാസിൻ്റെ ഈ പ്രതിസന്ധി വളരെ വലിയ രീതിയിൽ രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിൽ ഏകദേശം 60% ഹോട്ടലുകളും അടച്ചു പൂട്ടിയെന്ന് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഹോട്ടലുകളൊക്കെ ഇപ്പോൾ വിറക് അടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പക്ഷേ ഇപ്പോൾ അത് അല്പം പോലും ഒരു പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധിയുള്ള തൊഴിലാളികളുടെ ഒരു പ്രതിസന്ധിയാണ്. തൊഴിലാളികൾ എല്ലാ നിലയും നാട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഒരു ലോക്ക്ഡൗണിന് സമാനമായ രീതിയിൽ ചില അടച്ചുപൂട്ടലുണ്ടാകുമോ എന്ന ഭയവും അവർക്കുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കൊച്ചി നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും പോകുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ചേട്ടാ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹോട്ടലിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്? വിറകടുപ്പിലാണോ അതോ ഗ്യാസിലാണോ? ഇവിടെ 20 ദിവസമായിട്ട് വിറകടുപ്പിനെ പാചകം ചെയ്യുന്നത്. ഇപ്പോൾ അതായത് ഈ മാസം 9-ാം തീയതിയാണ് പെട്ടെന്ന് ഗ്യാസ് ഷോർട്ട് വന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നാളെ മുതൽ ഗ്യാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ഏജൻസി വിളിച്ചപ്പോൾ അവർ 3 ദിവസം സപ്ലൈ ഇല്ല. നല്ല പെട്ടെന്നായിപ്പോൾ 2 ദിവസം കട അടിച്ചു. പിന്നെ വിറക് സംഘടിപ്പിച്ചു. വിറക് പെട്ടെന്ന് അന്ന് ഷോർട്ടിലാണ് പെട്ടെന്ന് കിട്ടി. ഇപ്പോൾ വിറകും ഇല്ലാനില്ല. ഒരു ഡിമാൻഡാണെന്ന് പറയുന്നത്. ഇപ്പോൾ വിളിച്ചപ്പോൾ സാധനം ഇല്ല, വൈകുന്നേരം വിളിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ 22 ദിവസമായിട്ട് വിറകിലാണ് എല്ലാ സമയത്തും. പല മെനുവും കുറച്ചു. ചൈനീസ് ഐറ്റംസ്, ചായ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രം കുറച്ച് ഉണ്ടാക്കിയിട്ട് തീർക്കും, അത് തീരും. പിന്നെ ജോലിക്കാരെന്ന് വെച്ചാൽ പഴയ 10-25 വർഷം ചില ജോലിക്കാരാണ്, പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഒഴിവിടുക. അപ്പോൾ അവർ ശമ്പളം കൊടുത്ത് ഒപ്പിക്കുന്നുണ്ട്. ചൈനീസ് ഐറ്റംസ് തീരെയില്ല. അത് അപ്പം ഉണ്ടാക്കുന്ന സാധനം. പിന്നെ ഉള്ളത് കൊണ്ട് ഒപ്പിക്കും. സാധാരണ ഹോട്ടലിൽ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ തൊഴിലാളികൾ പോകുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ? അവർ പറഞ്ഞു 2 ദിവസം പൂട്ടിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പോയിക്കോട്ടെ, പിന്നെ രക്ഷയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ മറ്റന്നാൾ കേസ് വരികയാണ്, തുറക്കും. പിന്നെ ഞങ്ങൾ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിറകെടുക്കാം. അപ്പോൾ അവർ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ വിറകെടുത്തിട്ട് ഇതുവരെ ഒപ്പിച്ചൊക്കെ പോകുന്നു. വിറകടുപ്പ് എത്രത്തോളം ഒരു പരിഹാരമുണ്ട്? എല്ലാ ഐറ്റംസും ഇല്ലല്ലോ. നമ്മൾ അത് ചൂടും കാരണമല്ലോ, അതിൽ ചൂടുമാണ്, ഇതിലുമാണ്. അവർ റെഡിയാന്ന് പറഞ്ഞപ്പോൾ സാധനമൊക്കെ ഓക്കെയാണ്. അപ്പോൾ രാവിലെ തുടങ്ങും, ഒരു 9-10 മണി ഏകദേശം ആവും. പിന്നെ അപ്പം ഉണ്ടാക്കുന്ന സാധനം മാത്രം നിർത്തി കളഞ്ഞു. ഈ റോസ് ഐറ്റംസ്, ഫ്രൈ ഐറ്റംസ് ഒക്കെ കിട്ടുന്നില്ല. ഞാൻ ഇന്നലെയും വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചു. അവർ ഫോൺ എടുക്കുന്നില്ല. അവർ ഫോണെടുത്ത് ഡ്രൈവർമാർ അവരൊന്നും ഞാൻ വേറെ പണിക്ക് പോയി, അവർ ജീവിക്കണ്ടേ, ഇവിടെ വല്ല ചാൻസ് ഉണ്ടോ എന്ന് അവർ പറയുന്നത്. സപ്ലൈ ചെയ്യുന്ന ഡ്രൈവർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യുക. അപ്പോൾ അവരൊന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചൊക്കെ പച്ചക്കറി സപ്ലൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി അവർക്ക് ജീവിതമാണ്. അവർ വഴിപെട്ടിരിക്കുക. കാരണം അവർ വിളിച്ച് അവർ വേണമെന്ന് പറയുന്നത്. നിങ്ങൾ വേറെ നോക്കിക്കോന്ന് പറയുന്നു. ഗ്യാസ് ഏജൻസി ഇന്നലെ അവർ പറഞ്ഞപ്പോൾ നമുക്ക് കൈമാറാൻ പറ്റൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഏജൻറ്റ് തരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഇവിടെ വിറകിൻ്റെ സംവിധാനം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അത്ര ഇതാക്കിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ വൈകുന്നേരം ആകട്ടെ നോക്കട്ടെ. അവർ സപ്ലൈ ഉണ്ടെന്ന് പറയുന്നത്. അവർ കൊടുക്കുന്ന നേവൽ ബേസ്, ഷിപ്പ് യാർഡ്, പിന്നെ ഹോസ്പിറ്റൽ, ക്യാൻറ്റീൻ അവരെ കൊടുക്കുന്നത്. ഞാൻ അവിടെ ഹോട്ടലിൽ മുന്നോട്ട് പോകണ്ടേ. അവർ കേന്ദ്രത്തിന് പറഞ്ഞാൽ അവർ റേറ്റ് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ സാധനം സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞ് 20%, 40%, ഇന്ന് 70% കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ന് കാലം വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവർ വിളിച്ചപ്പോൾ സാധനം എത്തിയിട്ടില്ല. എത്തിയാൽ തരും. അത് എപ്പോൾ തരും, എങ്ങനെ തരുന്നില്ല. അവിടെ ഇപ്പം കണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജോലിക്കാരെല്ലാം ഉണ്ട് ഇവിടെ. സേഫും അത് തന്നെയാണ്. കാരണം 40% ലഭിക്കുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഇവർക്കത് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കിപ്പോൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിറകടുപ്പിലാണ് ഇവരെല്ലാം തന്നെയും ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതും പ്രായോഗികമല്ല, വിറകും ലഭിക്കാനില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഹോട്ടൽ അടച്ചുപൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊഴിലാളികൾ പൂർണ്ണമായും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, നമുക്ക് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ തൊഴിലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ മറ്റു തൊഴിലുകൾ ചോദിക്കുകയാണ്. ഈ ഹോട്ടൽ ഉടമക്കാരോട് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ഗ്യാസൊക്കെ ഈ ഏജൻസിയിൽ നിന്നും കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്നു. അങ്ങനെ ഈ ഗ്യാസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പോലും ജോലിയില്ലാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ കാണുന്നത് ഇപ്പോൾ വിറകടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ എല്ലാം നിലയും ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വളരെ കുറച്ച് ഹോട്ടൽ മാത്രമാണ് ഈ വിറകടുപ്പിൽ